ഹലോ. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ നേരെ വീഡിയോ ഇടാൻ ഓർത്തു. കാരണം ഈ വർഷമെങ്കിലും ഞാൻ രക്ഷപ്പെടണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബൂ സ്കിൻ കെയറിൻ്റെ പ്രോഡക്ട്സ് എന്താണ് ഏറ്റവും കൂടുതൽ ചിലവാകുന്ന പ്രൊഡക്ട്സൊക്കെ തീർന്നു തുടങ്ങി. അപ്പോൾ ഹെയർ ഓയിൽ, ഷാമ്പൂ, പിന്നെ കുങ്കുമാതി ഓയിൽ, അലോവേര ജെല്ല്, ഇതൊക്കെ എനിക്കൊരു 3 ദിവസം കൊണ്ട് ഉണ്ടാക്കണം കേട്ടോ. ഈ 2 ബോക്സിലും അലോവേര ജെല്ലിൻ്റെയും അതുപോലെ കുങ്കുമാതി ഓയിലിൻ്റെയും അങ്ങനെ നമ്മുടെ ഷാമ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കെരാറ്റിൻ, അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ അടങ്ങിയിട്ടുണ്ട്. ഇത് മെയിൻ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഇടാം. ഞാൻ ഇൻസ്റ്റയിലാണെങ്കിൽ നമ്മുടെ ബൂ സ്കിൻ കെയറിൻ്റെ പേജിലൊന്നും ഇത് ഉണ്ടാക്കുന്നതോ ആയിട്ടുള്ളതോ, അതായത് സെയിൽ ചെയ്യുന്നതോ കസ്റ്റമറിന് കൊടുക്കുന്നതോ അങ്ങനെയുള്ള ചെറിയ വീഡിയോസ് ഇടാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഒട്ടും തന്നെ വീഡിയോസ് ഇടുന്നില്ല. കാരണം നമുക്ക് കസ്റ്റമർ, അതായത് നമ്മൾ മേടിച്ച കസ്റ്റമർ, അവർക്ക് റിസൾട്ട് കിട്ടി, അവർക്ക് ഇഷ്ടമായിട്ട് അവർ മറ്റുള്ളവർക്ക് അടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിച്ച് അങ്ങനെ എനിക്ക് അത്യാവശ്യം ഒരു നല്ല സെയിലുണ്ട്. പക്ഷേ ഇങ്ങനെ സെയിൽ കിട്ടിയാൽ പോരാ, കാരണം നമ്മുടെ പ്രൊഡക്റ്റ് നല്ലതാണല്ലോ. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് നല്ല രീതിക്കുള്ള അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കൊടുത്താൽ മാത്രമാണ് കുറേ കസ്റ്റമറിലേക്ക് ഇത് മൂവ് ആവത്തുള്ളൂ. അപ്പോൾ നല്ല രീതിക്ക് വീഡിയോ ഒക്കെ എടുത്ത് എന്താ റീൽസും ഷോർട്സ് വീഡിയോസൊക്കെ എടുത്ത് ഈ വർഷമെങ്കിലും നമ്മുടെ ബ്രാൻഡ് അത്യാവശ്യം കുറച്ച് വലുതാക്കണമെന്നുണ്ട്. കാരണം ഇത് തുടങ്ങിയിട്ട് 3 വർഷമായി. ഇത് എന്നാൽ പോലും ഞാൻ കൂടുതൽ അഡ്വർടൈസ്മെൻറ്റോ അതല്ലാതെ എന്താണ് വലിയ പ്രൊമോഷൻ ഒരു കാര്യമില്ലാതെ തന്നെ എനിക്ക് അത്യാവശ്യം സെയിലുണ്ട്. പക്ഷേ കുറച്ച് രീതിക്ക് കുറച്ച് നല്ല രീതിക്ക് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി സെറ്റാവും. ഇത് നമ്മുടെ അഗ്നിയുടെ ജൂൽസിൽ വന്ന കുറച്ച് അധികം നെക്ലേസുകളൊക്കെയാണ് നമ്മൾ ഫാസ്റ്റായിട്ട് തന്നെ തീർന്നു പോയി. അപ്പോൾ ഇത് നമുക്ക് ഒന്നുകൂടി സ്റ്റോക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ വൈകുന്നേരം ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. വീട്ടിൽ അനിയത്തിയും അവക്കടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ എനിക്കിങ്ങനെ കൃഷിപരമായ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ അവൾ കടം കഴിച്ച് പോയിട്ടുണ്ട്. കൃഷി കുടുംബത്തിലാണ്. അപ്പോൾ ഞങ്ങൾ മിനിഞ്ഞാന്ന് വൈകുന്നേരം കാച്ച പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ നടക്കാൻ പോണ സ്ഥലം ഞങ്ങൾ വീട്ടിനടുത്ത് തന്നെയാണ്. വൈകുന്നേരം നടക്കാൻ പോകും. അവിടെ കാച്ചിൽ നേരത്തെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ അമ്മ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ നടക്കാൻ പോയപ്പോഴത്തേനും ഒരു വള്ളി തൂങ്ങി കിടന്നിട്ട് അതിനകത്തൊരു ചെറിയൊരു കിഴങ്ങ്. അപ്പം ചുരണ്ട് വയ്ക്കുമ്പോഴത്തേനും നീല കളറാണ്. അപ്പം തന്നെ അമ്മേനെയും അവളെയൊക്കെ വിളിച്ച് വരുത്തി കാണിച്ചപ്പോഴത്തേനും അവിടെ കാച്ചിലുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ ഒരു കാട് പ്രദേശമായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, തൂങ്ങി കിടക്കണം കണ്ടോ. പക്ഷെ ഞങ്ങൾ മണ്ണൊക്കെ തോണ്ടി കാച്ചിലൊക്കെ എടുത്തു, പറിച്ചു. പിന്നെ കണ്ടോ, അവിടെ അടുത്തതായി ലയയുടെ സർക്കസാണ് നമ്മൾ കാണാൻ പോകുന്നത്. അമ്മയുടെ അധ്വാനം കഴിഞ്ഞു. ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയേക്കുവാണ്. അപ്പം ഞാൻ രാവിലെ നടക്കാൻ പാമ്പോ